പച്ചമുളക് വേണമെന്നറിയില്ല. സുകന്യ സുന്ദരിയാണെന്നോ? ആ അപ്പൊ എന്തപ്പായതാ? ഏ അപ്പൊ എന്തപ്പായതാണ്? ആ അപ്പായതാ, ഇന്ന് രാവിലെ ആയതാ. അവള് എന്നും സുന്ദരിയാണ്. എവിടെ സുകന്യ? എന്നെ ഒന്ന് കാണട്ടെ, ഇവിടെ വാ, ഒന്ന് കാണട്ടെ, ഇവിടെ വാ. എന്താ ഒരു സംശയം തീർക്കാന്? നിന്റെ കാര്യല്ലേ പറഞ്ഞു ഞാന്. ഫോട്ടോയിൽ ഇങ്ങനെ കൊടുക്കേണ്ടി വരും, എന്താ സുന്ദരി എന്ന് പറഞ്ഞിട്ട് അല്ലേ? സുകന്യ സുന്ദരി, ശാലീന സുന്ദരി. ഇന്നലെ സംക്രാന്തി കഴിഞ്ഞപ്പോ സുന്ദരിയായി തോന്നുന്നു. കണ്ടോ കയ്യില് മൈലാഞ്ചി ഒക്കെ കൈയാണിക്ക് അവള് ഇട്ടിട്ടില്ല. അത് പോട്ടെ, ഇന്ന് രാവിലെ നോക്കിയൊക്കെ, ഇന്ന് രാവിലെ ഉള്ളില്ലേ ഇതാക്കിയതാ. കൈ നോക്കിയൊക്കെ ഞാൻ വിചാരിച്ചു ഈ വിരല് നല്ല, ഈ എല്ലാ വിരലിനേക്കാളും ഈ വിരല് നല്ല ചോദിട്ടില്ലേ? അവ ഞാൻ വിചാരിച്ചു വിട്ടു രാവിലെ കണ്ടപ്പോ തന്നെ. എന്താന്നറിയില്ല, ഈ 4 വിരലിനേക്കാളും ഈ വിരല് ചോദിട്ടുണ്ട്, നല്ല ചന്തണ്ടെന്ന് പറഞ്ഞ ആ വിരലിനെ കിട്ടി. എന്റെ അഭിപ്രായത്തില് മുറിഞ്ഞ് നന്നായിന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്നും ഞാൻ കാണുമ്പോ പാട്ട് പാടുന്നതാണ് അത്. അത് ആ കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ടിംഗ് ബോർഡിൽ വെച്ച അരിയൻ മൂർച്ചല്ല കത്തി എത്ര പറഞ്ഞാലും ശരി, നിങ്ങൾക്ക് രണ്ടാൾക്ക് മനസ്സിലായില്ല. ഇപ്പൊ മനസ്സിലാവില്ല ഞാൻ പറയുമ്പോ. അതിനെ ഇതിനൊക്കെ നിവർത്തിയുള്ളൂ. ഇത് മുറിയും എന്ന് പറഞ്ഞാൽ ഇത് തമാശകളില്ല. മോശം കത്തിയെടുത്ത് ഇങ്ങനെ കളി കളിച്ച് കഴിഞ്ഞ് മുറിയായിട്ടിരിക്കുക. ആരെങ്കിലും കൈ വെച്ച് ചെത്തത് കൈ ഇന്ന് രാവിലെ തന്നെ ചോരയാണ്. 1-ാം തീയതി ആയിട്ട് കണിട്ടോ അല്ലേ? ഈ കർക്കിടക മാസം അവനവൻ്റെ കൈ അവനാണ് നോക്കണ്ട, കയ്യും കാര്യം നോക്കണ്ട അവരാണ്. എന്തായാലും പുതിയ കത്തി വാങ്ങിയതാണ്. സുഖിന് ചന്ദ്രന് പറഞ്ഞപ്പോഴേക്കും വേണ്ടാക്കണ്. പിന്നെന്താ നീ തല നടക്കുന്നത്? ഞാൻ വെറുതെ പറഞ്ഞതാ. അത് അമ്മ ചിരിക്കണ കത്തി കൂടെ കുത്തുന്നു വാണ്ടേ കേട്ടാ. ഞങ്ങളില്ലേ കോങ്ങാട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ. എപ്പോന്നറിയോ? രാത്രിയില് 12 മണി കഴിഞ്ഞിട്ട് പോയാൽ മതി. ോ എന്റെ കൈ ഇങ്ങനെ ചെത്തിയിട്ട് മുറിഞ്ഞത് ഇത് കണ്ടിട്ട് പറഞ്ഞത് തന്നെ ഇതിനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ കൈ മുറിഞ്ഞിട്ട് നമുക്ക് മനസ്സിലായോ? അപ്പൊ എന്റെ കൈ മുറിയപ്പോ അപ്പൊ നമുക്ക് മനസ്സിലാവും. എന്നാലും നിങ്ങക്ക് മനസ്സിലായില്ല, എനിക്ക് അറിയാം. ഇതിപ്പോ ഒന്നും തുടങ്ങിയല്ലോ ഞാൻ പറയാൻ. ഏട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞല്ലേ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളാണ് ഞങ്ങളുടെ എങ്ങനെ പറയാ, എങ്ങനെ ഉപദേശകൻ. ഈ പാട്ട് പാടുന്നല്ല, ആ പാട്ട് ആരെയും കേക്കണ്ടേ? അതല്ല രസേ. ഇതെന്ത് പരിപ്പാ? കാണുമ്പോൾ എന്ത് വരും? ഇത് പരിപ്പോടെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ കടല പരിപ്പ് വാങ്ങിയതാണേ. നിക്ക് സുകന്യല്ലേ, സുകന്യയെ കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ടോ, അടുപ്പത്ത് വെക്കിട്ടോ കൂട്ടാൻ വെക്കാന് വന്നു. തെറ്റ് പറയാൻ പറ്റില്ല കേട്ടോ, മനസ്സിലായില്ല. അത് രണ്ടും കൂടി ഒപ്പെടുത്തല്ലേ മനസ്സിലാവൂ. അത് നിങ്ങളില്ലേ അടുക്കള കയറാത്ത കൊണ്ട് നിങ്ങൾക്ക് തോന്നണം കേട്ടാ. അടുക്കളയെക്കാളും തിരിയില്ല. കടലപ്പരിപ്പും സാധാ പരിപ്പും വ്യത്യാസമല്ലേമ്മ? അതിപ്പോ രണ്ടും കൂടി എപ്പോഴും ഞാൻ അവിടെ നിന്ന് വന്നപ്പോക്ക് അമ്മ പറഞ്ഞു, എന്താ ഇപ്രാവശ്യത്തെ പരിപ്പ് ഇങ്ങനെ ചോദിച്ചു. ഞാനപ്പോൾ വിചാരിച്ചത് എന്താണെന്നറിയോ, ഇതാണ്ടോ ഈ പരിപ്പ് ആ പരിപ്പ് തമ്മിൽ വ്യത്യാസമല്ലേ. പിന്നെ ഒരു പരിപ്പുണ്ട് കേട്ടോ, ഒരു റോസ് കളർ പോലത്തെ അല്ലേ, ഇപ്പം ദാൽ പരിപ്പല്ലേ കേട്ടത്. അത് പക്ഷെ ഇവിടെ നാളെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കണ്ടു കേട്ടോ. പക്ഷെ ഇത് വാങ്ങിയിട്ടില്ല. എൻ്റെ അമ്മൂന് ഭയങ്കര ഇഷ്ടമായി ഇത് പാത്രത്തിലിട്ടേക്കണം. എന്തെന്നറിയോ, പരിപ്പ് കറി. ഇനി വാങ്ങുമ്പോൾ അങ്ങനത്തെ വാങ്ങണം. അതിന് വില കൂടുതലുണ്ടോ കുറവാണോ ഒന്നും നമുക്കറിയില്ല. ഒരു പ്രാവശ്യം അത് കണ്ടോ ഏട്ടൻ? കാണാന്ന് കണ്ടോ? ഏട്ടൻ ഇങ്ങനെ എന്താ ക്യാമറ അല്ലേ, ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് ഏട്ടന്റെ മുഖം കൂടി കാണുന്ന രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒളിയുദ്ധം നടത്താനാണ് ഇഷ്ടം. അതുകൊണ്ട് എന്താണെന്നറിയോ, യുദ്ധം ചെയ്യാൻ ഞാൻ ഒളിയുദ്ധം ചെയ്തോളാം. ഗ്യാസോ പരിപ്പില്ല. അല്ല ചിക്കൻ കഴിഞ്ഞപ്പോ ചിക്കൻ കഴിഞ്ഞു
നിനക്ക് വേണോ? എവിടെ എവിടെ ചോദിച്ചു ഒളിപ്പിച്ച ചെറുക്ക്? ആ ഒളിപ്പിച്ച് വെച്ചേക്ക. എന്താ നേരെ പോകുമ്പല്ലേ ഒരു ഇഡ്ഡലി ചെമ്പ് കാണും. രാവിലെ ഇഡ്ഡലി, ഇന്നലെ വെച്ച ചിക്കൻ കറി. എന്താ ഇന്നോട്ടിട്ട് ആരും ചിക്കൻ കഴിക്കാൻ പാടില്ല കേട്ടോ. ആ ഇന്ന് മുതൽ ഇനി ആരും ചിക്കൻ കഴിക്കരുത്. രാവിലത്തെ കണക്കൂട്ടുണ്ട്. അമ്മ പറയുന്നേ രാവിലത്തെ കണക്കൂട്ടുണ്ട്. രാവിലെ കഴിക്കുക. ഉച്ച കഴിഞ്ഞിട്ട് ആരും ചിക്കൻ കഴിക്കരുത് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് ഇന്ന് ചിക്കൻ കഴിക്കില്ല. ഞങ്ങൾ വെറും ഇന്ന് ഉപ്പേരി, പപ്പടം, അച്ചാറ്. എങ്ങനെ ഉണ്ടാവും? ആ ഏട്ട ഈ കമന്റ് കൂടെ വരും, നിങ്ങൾക്ക് ഇറച്ചി മീനും ഇല്ലാണ്ട് തിന്നാൻ പറ്റില്ല അല്ലേ എന്ന് ചോദിച്ചിട്ട് കമന്റ് ഇട്ടാ. അങ്ങനെയുള്ള ശീലങ്ങൾ ഉണ്ടെങ്കിലല്ലേ എന്നാലും ചോദിക്കും, നിങ്ങൾ ഹിന്ദുക്കളല്ലേ എന്നൊക്കെ ചോദിക്കും. ഹിന്ദുക്കളാണല്ലോ. ആണല്ലോ. ഇന്ന് രാവിലെ എന്നത് കൂടെ മത്തിയില ചെമ്പല്ലേ. അയ്യോ ഇതില് സൗണ്ട് കുറച്ച് കമ്മിയാക്കണം കേട്ടോ. ഞാൻ കുറച്ച് എന്താന്നറിയോ, അല്ലെങ്കിൽ പറയും സൗണ്ട് കൂടുതലാണ് പറയട്ടോ. പിന്നല്ലേ ഇന്നലെയൊക്കെ എനിക്ക് കുറേ പേര് മെസ്സേജ് ഇട്ടൂലേട്ടാ. കൊറേ പേര് മെസ്സേജ് ഇട്ടില്ലേ ഇന്നലെ സുഖം അന്വേഷിച്ചിട്ട്? എന്ത് കാര്യം പറ, എന്തിനാണ് മെസ്സേജ്? വെറുതെ കുറച്ച് പേര് എന്താന്നറിയില്ല, എന്താ ഭയങ്കര ഒരു സ്നേഹല്ലേ. എന്തിന്? കൂനുണ്ടായോ ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ടു കുറച്ച് പേര്. എന്താ പിന്നെ നിങ്ങളുടെ മത്തൻ്റെ എവിടേക്ക് പോയി എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ടു. എന്തിനാ മെസ്സേജ് ഇട്ടു? ഏട്ടനാണ് മെസ്സേജ് വായിച്ചത്. എന്നിട്ട് ഏട്ടന് എന്തിനേന്ന് കുന്തിന്. അതിപ്പോ നമ്മളങ്ങനെ ആരെ ഇടങ്ങറാക്കാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞല്ലോ. നമ്മൾ സഹി കിടുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയാം. ചില സമയത്ത് മടുപ്പ് തോന്നും. കാരണം നമ്മളിത് ദിവസം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമില്ലേ. നമ്മൾ മനസ്സാവാച അറിയാത്ത ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോൾ ചിലപ്പോൾ തളർന്നു പോവും, ചിലപ്പോൾ മടുത്തു പോവും, ചിലപ്പോൾ എല്ലാം ഇട്ടെറിഞ്ഞൊന്ന് പോകാൻ തോന്നും. നിങ്ങളെപ്പോലുള്ളവർ തരുന്ന സപ്പോർട്ട് കാണുമ്പോൾ സത്യം ഒരുപാട് നന്ദി. ഒരുപാട് എന്തിരിയാനും പറ്റില്ല. അതന്നെ ഞാൻ പറയണത്. ഒരുപാട് നന്ദി കേട്ടോ. കുറേ പേരില്ലേ ഒന്ന് മുഖമൊക്കെ ഒന്ന് മാറുമ്പോഴേക്കും നമ്മളെ വിളിച്ച് അന്വേഷിക്കാൻ എന്താ ഒരാളുണ്ടാവുക എന്ന് പറയുക. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അല്ലേ. അതാണ് സത്യം. വേണ്ടോ ഇന്നെ ഇങ്ങനെ വന്നിട്ട് സുകന്യ എന്താ വളർത്തിയമ്മ ചോദിക്കും. പക്ഷെ ചില സമയത്ത് അത് വീഴണ്ട. ഞാനൊന്ന് പിടിച്ചിട്ടേ ഉള്ളൂ. സുകന്യ ഇവിടെ തുടക്കുന്ന സമയത്ത് സുകന്യ വിളിച്ചിട്ട് ഏടത്തിയമ്മ നിങ്ങളുടെ കഴിഞ്ഞോ, അല്ലെങ്കിൽ ഇവിടെ കേൾക്കാതിരിക്കുമ്പോ സുകന്യ കഴിഞ്ഞോ തന്നെ ആയിരിക്കും. അതാ ഇത് വന്നു. അവള് എപ്പോഴും കണ്ടാൽ തന്നെ മഴ പെയ്യില്ല. സുകന്യയോടല്ലേ ഇന്നല്ല ചിലപ്പോ ഈ ആഴ്ച മഴ പെയ്യില്ല. മാതിരി ഇടങ്ങറാണ്. ഒരു മഴ ഇങ്ങോട്ട് വരട്ടെ. കിണറിലെ വളർക്കം പോയി. ഏട്ടാ കൂന എന്താ ഏട്ടാ കിട്ടാത്തത്? ആ എങ്ങനെ മഴ പെയ്യാനാ? നീ പുതപ്പും പിടിച്ച് ഇങ്ങനെ ഇടങ്ങറായിട്ട് നടത്തുന്നുണ്ട്. നിന്റെ ഇടങ്ങറ് കണ്ടെങ്കിൽ എങ്ങനെ മഴ പെയ്യാന്ന്? കുപ്പിയോളായി തരുമോ? കുപ്പിയോള എന്തിന്? കയ്യിലിടാന് വയലറ്റ് കളർ. ഓ എന്താ ഓക്ക് വല്ലാത്തൊരു ഓ ഇല്ലേ സുകന്യേ? നിനക്ക് പച്ച കുപ്പിയോളല്ലോണ്ട് അത് എൻ്റെ ഉണ്ടല്ലോ. കുടിയിരിപ്പിന് എടുത്ത കുപ്പിയോള പറ്റില്ലേ? നമുക്കില്ലേ അവിടെ പോകുമ്പോൾ വാങ്ങുക കുപ്പിയോള. ഇന്നേ നമ്മുടെ വീട്ടിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതെന്താന്നുള്ളതൊക്കെ പിന്നെ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഇപ്പം ദാ കുറച്ച് കഴിയുമ്പോഴേക്കും പെങ്ങളും കുട്ടികളും എല്ലാവരും വരും കേട്ടോ. എല്ലാവരും ഉണ്ടാവും ഇവിടെ. വൈകുന്നേരത്തെ ഒരു കലവില ജലവില പറഞ്ഞ പോലെ നല്ലൊരു ഒച്ചയും ബഹളം. ജലവില പറഞ്ഞ പോലെ വെള്ളത്തുകളി, എന്താ കലവില കളി ഒക്കെ ആയിരിക്കും. അപ്പോൾ കുറേ ആയിട്ട് ഞങ്ങൾ കുറേ മാസങ്ങളായില്ലേ, എപ്പോൾ സ്കൂൾ പൂട്ടിയപ്പോൾ വന്നതല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ജൂൺ 1-ാം തീയതി വന്നിരുന്നു കേട്ടോ. അപ്പോൾ എന്താ അപ്പോഴും ചെറിയൊരു വിശേഷം ഉണ്ടായിരുന്നു, അന്ന് വന്നിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് എല്ലാവരും പാടെ കൂടുന്നത്. അപ്പം നമ്മളില്ലേ വേഗം എന്താ
സാമ്പാർ വെച്ച് പേര് വേഗം മൈലാഞ്ചിട്ടോ വേഗം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു വലിയൊരു ചെമ്പ് നിറച്ച് ചുക്കുവെള്ളത്തിന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പാടെ കൂടുമ്പോൾ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം നാളെ.